ശ്രീഭദ്രകാളിയുടെ ജന്മനക്ഷത്രമാണ് ഭരണി എന്നതുകൊണ്ട് തന്നെ ഈ ദിനം ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും എന്നപോലെ കൊടുങ്ങല്ലൂരിലും വിശേഷമാണ്. കഥയമമയിൽ ഇന്ന് കേൾക്കാം കൊടുങ്ങല്ലൂർ ഭരണി വിശേഷങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കേരളത്തിലെ ദേവീ സങ്കല്പങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് പ്രപഞ്ചമാതാവായിട്ടുള്ള കാലസംഘർഷണിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ ഭദ്രകാളിയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ വാണരുളുന്ന സാക്ഷാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാവ്. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിയായിട്ടുള്ള മീനച്ചൂടിൻ്റെ കാലഘട്ടത്തിലൂടെയാണ്. ഈ മീനമാസം അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരവസരമാണ്. ഈ സമയത്താണ് അമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ള മീനഭരണി മഹോത്സവം നടക്കുന്നത്. ഭരണിയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഭരണി എന്ന് പറയുന്ന ഈ നക്ഷത്രം വളരെയധികം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം പ്രധാനത്തോടു കൂടി ആചരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മൾ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഭദ്രകാളി തന്നെയാണ് അവിടെയും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. അവിടെ കുംഭത്തിലെ ഭരണിയാണ് കൂടുതലായിട്ട് ആചരിക്കുന്നത്. എന്നാൽ നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന സമയത്ത് അവിടെ മീനമാസത്തിലെ ഭരണിയാണ് അമ്മയ്ക്ക് വിശേഷം. എവിടെയും നമുക്ക് ഈ ഭരണി നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണാൻ സാധിക്കും. സൂര്യൻ മീനരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ള ചൂട് വളരെയധികം കൂടും എന്നാണ്. അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ആ ദേവിയുടെ താപമാണ്, ആ അമ്മയുടെ ചൈതന്യത്തിൻ്റെ വർധനമാണ് അത്ര കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളമുള്ള പല ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഈ മീനമാസത്തിലെ ഭരണി വിശേഷമായിട്ട് ആചരിക്കുന്നുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് സാക്ഷാൽ കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവ്. ആ ഭഗവതിയുടെ ആ സന്നിധാനത്തിൽ നടക്കുന്ന മീനഭരണിയിൽ എങ്ങനെയാണ് ആചരണങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ഒരു ദിവസം മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല. കുംഭത്തിലെ ഭരണി തൊട്ട് തുടങ്ങി മീനത്തിലെ ഭരണി വരെ നിലനിൽക്കുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി ആഘോഷം. കുംഭത്തിലെ ഭരണി ദിവസമാണ് അമ്മയുടെ ഭരണിയുടെ കൊടിയേറ്റം നടക്കുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കൊടിമരമായിട്ട് കണക്കാക്കുന്നത് ഒരു ആൽവൃക്ഷമാണ്. അതൊരു കാവ് സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ആൽമരത്തിൽ കൊടിയേറ്റിക്കൊണ്ടാണ്, പ്രത്യേകിച്ച് താന്ത്രിക കർമ്മങ്ങളൊന്നും ഇല്ലാതെ കൊടിയേറ്റിക്കൊണ്ടാണ് ഭരണി ഉത്സവം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ആ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. അതിൽ തന്നെ ഭരണിപ്പാട്ട് എന്ന് പറയുന്ന 41 ദിവസം അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, അത് പലതരത്തിൽ പല ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലതരത്തിൽ ആചരിക്കുന്നുണ്ട്. ഇന്ന് അതിനെ വളരെ തെറ്റായ രീതിയിലാണ് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്. ഭരണിപ്പാട്ട് എന്തോ മോശമാണ് എന്ന രീതിയിലൊക്കെ ഉള്ളൊരു കോണ്ടെക്സ്റ്റ് പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ഗോത്രവർഗ ആചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വലിയ മനസ്സ് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 41 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആ ഭരണിപ്പാട്ട് സമയത്ത് പല വിശേഷപ്പെട്ട നക്ഷത്രങ്ങളിലും പല വിശേഷപ്പെട്ട ചടങ്ങുകളും ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഭരണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് തിരുവോണം ദിവസം മുതലാണ്. അന്നേ ദിവസമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടൽ എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. പണ്ട് കാലത്ത് കൗളമായിട്ടുള്ള ആരാധനകൾ നിലനിന്നിരുന്ന, ബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്ന ക്ഷേത്രമായിരുന്നു കൊടുങ്ങല്ലൂർന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സ്മരണയ്ക്ക് ഇന്നും ആ കോഴി ബലി നടന്നിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന കല്ല് മൂടിക്കൊണ്ട് തച്ചോളി തറവാട്ടിലെ കോഴിയാണ് അതിന് ആദ്യമായിട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന ചോദ്യത്തോടു കൂടി കോഴിക്കല്ല് മൂടിയിട്ടാണ് ഭരണിയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അങ്ങനെ തിരുവോണ ദിവസം നടക്കുന്ന കോഴിക്കല്ല് മൂടലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ രേവതി വിളക്ക് ആയിക്കൊള്ളട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട അശ്വതി കാവ് തീണ്ടലായിക്കൊള്ളട്ടെ, ഇതൊക്കെ തന്നെ ഭരണിയുടെ പ്രധാനപ്പെട്ട അവസരങ്ങളാണ്. മീനത്തിലെ ഭരണി ദിവസമല്ല സത്യത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം അശ്വതി എന്ന് വിളിക്കപ്പെടുന്ന നക്ഷത്രത്തിനാണ്. അശ്വതി കാവ് തീണ്ടലാണ് ഏറ്റവും പ്രധാനം. പല സ്ഥലങ്ങളിലായിട്ട് വന്ന് പല നിലപാട് തറകളിൽ സംഘടിച്ചിട്ടുള്ള കോമരങ്ങൾ എല്ലാവരും ചേർന്ന് ഭഗവതിയുടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി വന്ന് അട്ടഹസിച്ച് വെട്ടിച്ചോര ഒലിപ്പിച്ച് ദേവിയുടെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചെമ്പ് തകടുകളിൽ അടിച്ച് ആ ആഹ്ലാദം, ആ ദാരികതയെ കൊന്ന ഭഗവതിയുടെ ആ വിജയത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ മക്കളെല്ലാവരും ആനന്ദത്തിൻ്റെ താണ്ഡവം ആ ക്ഷേത്രത്തിൽ ചവിട്ടുന്ന സമയമാണ് അശ്വതി കാവുതീണ്ടൽ.
തമ്പുരാന്റെ അനുവാദത്തോടു കൂടിയിട്ടാണ് കാവുതീണ്ടൽ തുടങ്ങുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഭരണിയുടെ ഒരു പ്രൗഢി നമുക്ക് കാണാൻ സാധിക്കുക അശ്വതി കാവുതീണ്ടൽ സമയത്താണ്. യഥാർത്ഥത്തിൽ അതിന് പുറകിലുള്ള ഐതിഹ്യമായിട്ട് കണക്കാക്കുന്നത് ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവി വിജയിച്ചു എന്നുള്ളതിൻ്റെ ആ വിജയാഘോഷമാണ് ഈ അശ്വതി കാവുതീണ്ടലായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന ഏറെ താന്ത്രികപരമായിട്ട് പ്രാധാന്യമുള്ള തൃച്ചന്ദനച്ചാർത്ത് പൂജ എന്ന് വിളിക്കപ്പെടുന്ന വളരെ രഹസ്യ സ്വഭാവത്തിൽ ചെയ്യുന്നൊരു പൂജയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുണ്ട്. അമ്മയുടെ ആടയാഭരണങ്ങൾ മുഴുവൻ മാറ്റി പ്രധാനപ്പെട്ട മരുന്നുകളൊക്കെ ചേർത്ത് കൂട്ടിയെടുത്തിട്ടുള്ള ഒരു ചന്ദനപ്പൊടി അല്ലെങ്കിൽ ചന്ദന തൈലം ദേവിയുടെ ശരീരത്തിലൂടെ പുരട്ടി ഈ ദാരികനുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ ദേവിക്ക് വന്നിട്ടുള്ള പരിക്കുകളെ ഭേദപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ചികിത്സയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ദേവി സുഖപ്പെട്ടു, ദേവി ഇതാ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് ജനങ്ങളെ അറിയിക്കുന്ന സമയത്താണ് കാവുതീണ്ടൽ തുടങ്ങുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് പോലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഈ ഭരണി സമയത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കയറാനും ആരാധന നടത്താനും കാവ് തീണ്ടാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓരോ ക്ഷേത്രത്തിനും ഓരോ സമ്പ്രദായമാണുള്ളത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് അതിവിപുലമായിട്ടുള്ള കൗളമാർഗത്തിലും ഗോത്രമാർഗത്തിലും പെട്ടിട്ടുള്ള നിരവധി ആരാധനാ പന്ഥാവുകളുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ഭരണി എന്ന് വിളിക്കപ്പെടുന്ന ആഘോഷത്തെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ തന്നെ മറ്റൊരു വശമായിട്ട് കാണാൻ വേണം നമ്മൾ ശ്രമിക്കാൻ. അല്ലാതെ അതിനെ ബുദ്ധിസത്തിലോ ജൈനിസത്തിലോ കൊണ്ടുപോയി കെട്ടുന്ന പുതിയ പ്രവണത ഒട്ടും തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അമ്മ ഭദ്രകാളിയാണ്, അമ്മ നമ്മുടെ ദേവതയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന ആ ഭഗവതിയുടെ ഏറ്റവും വിശേഷപ്പെട്ട അവസരങ്ങളിലൊന്നാണ് ഈ മീനഭരണി എന്ന് മനസ്സിലാക്കുക. ഇത് ഹൈന്ദവ ജനതയുടെ ഒരുമിച്ചിട്ടുള്ളൊരു ആഘോഷം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് മറ്റൊരു സംസ്കാരത്തിൻ്റെയും ഭാഗവുമല്ല. അതുകൊണ്ട് തന്നെ ഈ മീനഭരണി സമയത്ത് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മുടെ കുലത്തെയും നമ്മുടെ കുലധർമ്മത്തെയും അമ്മ സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.